ഹലോ, ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോയുമായിട്ടാണ് വീണ്ടും ഞങ്ങൾ എത്തിയേക്കുന്നത്. ആലപ്പുഴ ജിംഖാന. ഈ പടത്തെ പറ്റി പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ സംവിധായകനെ പറ്റി പറയണം. ഖാലിദ് റഹ്മാൻ. ഇദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ വരുന്നത് അനുരാഗ കരിക്കിൻ വെള്ളം. ആസിഫിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹിറ്റ് സിനിമയായിരുന്നു അനുരാഗ കരിക്കിൻ വെള്ളം. അതുവരെ നമ്മൾ കണ്ട പല ക്ലീശകളെയും ബ്രേക്ക് ചെയ്തൊരു പടം കൂടെയായിരുന്നു ഖാലിദ് റഹ്മാൻ്റെ അനുരാഗ കരിക്കിൻ വെള്ളം. പിന്നെ വന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി ഉണ്ട. അതും വളരെ വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു. കേരളത്തിൻ്റെ ജിയോഗ്രഫിയിൽ നിന്നെല്ലാം മാറി നോർത്ത് ഇന്ത്യയിലെ ഒരു വോട്ടിംഗ് സെൻറ്ററിലേക്ക് പോകുന്ന ഒരു കഥയായിരുന്നു. 10-18 പോലീസുകാരും അവരുടെ എല്ലാം നേതാവായി പോകുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രവും വ്യത്യസ്തമായ പ്രമേയവും അവതരണവുമായിരുന്നു. രണ്ടാമത്തെ സിനിമ അങ്ങനെ മമ്മൂക്കയുമൊത്ത്. പിന്നെ എത്തിയത് കോവിഡ് സമയത്ത് ഇറങ്ങിയ ഷൈൻ ടോം ചാക്കോയുടെ ലവ്. അതും വളരെ വ്യത്യസ്തമായൊരു സൈക്കോളജിക്കൽ മൂവിയായിരുന്നു. കോവിഡ് എല്ലാം ശേഷം നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ സിനിമ പുറത്തു വന്നു, തല്ലുമാല. നമ്മളൊരു കോമിക് വായിച്ചാൽ എങ്ങനെ ഇരിക്കും, ഒരു കോമിക് കഥ സിനിമയാൽ എങ്ങനെ ഇരിക്കും, ആക്ഷനെ ഇത്ര മനോഹരമായി പോർട്രേ ചെയ്ത മറ്റൊരു മലയാള സിനിമയുണ്ടോ? എന്ത് രസമായിരുന്നാലും ഓരോ ഫൈറ്റ് സീനും കാണാൻ. കൂടുതൽ ഇൻട്രക്ഷൻ ഒന്നുമില്ല, ട്രെയിലർ കണ്ടു നോക്കാം. ആ മഞ്ഞയും ബ്ലാക്കും ജേഴ്സി ഇട്ടവനാടാ ഡിജെ. നല്ല പവർ പഞ്ചുകളായിരിക്കും നോക്കാം. ബോക്സിംഗ് പഠിക്കണം എല്ലാവർക്കും കൂടിയാ. നമ്മള് ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിൽ ഒരു സ്ഥലം. ആന്റണി ജോഷുവ നാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലെയറാ. കേരളത്തിന് വേണ്ടി ഇടിച്ച് ജയിച്ചവരാണ്. 2 ടൈം സ്റ്റേറ്റ് ഗോൾഡ് മെഡൽ വിന്നർ, 180 punches in 30 seconds, 110 push-up in 1 minute. ഖാലിദ് റഹ്മാൻ ഫൈറ്റിനോട് എന്തോ പ്രേമമുണ്ട് കേട്ടോ. ഇടിയൊക്കെ എന്താ രസം, ഒരൊന്നൊന്നര ഇടി. മോനെ, എല്ലാവർക്കും ഞാനൊരു ഡയറ്റ് പ്ലാൻ തരും, അതെല്ലാവരും ഫോളോ ചെയ്യണം. ഗണപതിക്ക് ഒരു രക്ഷയില്ലാത്ത ലുക്കാട്ടോ. അപ്പം മുഖത്തിന് ഇടി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോ ആരാ കിസ് ചെയ്തത്? ഇപ്പൊ ജോജയ്ക്ക് ഒരാളെ ഇടിച്ചിടാൻ പറ്റുമോ? നമ്മാണ്ട പോലെ സാധനല്ലോ, ഭയങ്കര വലുപ്പാണല്ലോ. കുറച്ച് വലുതാണെങ്കിലല്ലടാ എന്റെ ഇടി കൊള്ളുന്നവർക്ക് അതിന്റെ അകത്ത് ഇരുന്ന് ഓടാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിനും വിഴുങ്ങണം നമുക്ക്. റാഞ്ചി ഞാൻ പോരളിയാ. പോരെന്ന് പറഞ്ഞാ തീരെ 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 പോര. നിന്റെ സക്കറിയ ബസാറിന് വേണ്ടി, നമ്മുടെ ജിങ്കാനയ്ക്ക് വേണ്ടി ചാവണ്ടി വന്നാലും നീ ഇടിക്കൂലേ? ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം. പോയി വരുന്നത് ആംബുലൻസിലാണോ അതോ ചാമ്പ്യൻ ആയിട്ടാണോന്ന് നമുക്ക് കാണാം. ചാമ്പ്യൻ ഉണ്ടെന്ന്. ഓഹോ, നല്ല കിഡിലോസ്കി ട്രെയിലർ പറയാണ്ടിരിക്കാവ. എന്ത് കിടിലൻ ട്രെയിലറാണ്. ട്രെയിലർ കാണുന്ന പടം കാണാൻ തോന്നുക. സത്യം ഇപ്പൊ ഈ പടം ഇവിടെ നീ കാണും, അത്ര കിടിലൻ ട്രെയിലറാണ്. അതാണ് ഒരു ഗംഭീര ഫിലിം മേക്കർ ഒരു സിനിമ ചെയ്ത് അങ്ങനെ ഇരിക്കും. നമ്മൾ എന്തുമാത്രം ട്രെയിലർ കാണും, ഇറങ്ങുമ്പോ കാണാം. അങ്ങനെയല്ല, ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ പടം കാണുന്ന ഒരു സമാധാനം കിട്ടല്ലേ. സത്യം നാളെ ഈ പടം ഒന്ന് കണ്ടാൽ മതി. തിയേറ്ററിൽ എല്ലാ ആൾക്കാരെ കൊടുക്കുന്ന ആ പടം കാണണം. ഒരു സിനിമയിൽ തന്നെ നമ്മൾ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ കഷ്ടപ്പെടുക. ഈ ട്രെയിലറിനകത്താവുമ്പോൾ നമ്മളെ ഈസി ആയിട്ട് ചിരിപ്പിക്കുക. നെസ്ലിന് ഒരു രക്ഷയില്ല. എന്ത് രസം അവനെ കാണാൻ, അഭിനയം കാണാൻ, അവന്റെ സംസാരം കേട്ടോണ്ടിരിക്കുക. കിടിലൻ ട്രെയിലർ, ഒന്നും പറയില്ല. സത്യം പറഞ്ഞാൽ കട്ട വെയിറ്റിംഗ്. എന്നീ പടം ഇറങ്ങും, എപ്പോ ഇറങ്ങും, അന്നേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. കിടിലൻ പടം. ഖാലിദ് റഹ്മാൻ ഒന്നും പറയില്ല, കിടിലൻ ഡയറക്ടറാണ്. എല്ലാ പടവും 1 by ഓരോ പടം നോക്കിയാൽ പോലും അയാളുടേതായ ഒരു ഐക്കോണിക് ഒരു സ്റ്റൈലുണ്ട്. ഒരു അയാളുടെ പടത്തിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്താത്തൊരു സംവിധായകൻ. കിടിലൻ. ഫാനാക്കി കളയാ. കിടിലൻ ട്രെയിലർ. സ്ഥിരം ഡയലോഗിന് ഈ പടത്തിന്റെ ട്രെയിലർ റിയാക്ഷനും ഈ പടത്തിന്റെ തിയേറ്റർ റിയാക്ഷനും
റിവ്യൂ ഈ ചാനലിൽ ഉണ്ടായിരിക്കും. കാത്തിരുന്ന് കാണാം.